ഓം മഹാശിവസ്വരൂപ യോഗീശ്വരായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലഡ്ഡു ഗോപാലിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതെന്താണ് പെട്ടെന്ന് മുരുകൻ ഭഗവാനെ വിട്ടിട്ട് ലഡ്ഡു ഗോപാലൻ എന്നല്ലേ ചിന്തിക്കുന്നത്? എൻ്റെ മകളാണിത്. ആള് കടുത്തൊരു കൃഷ്ണഭക്തയാണ് കേട്ടോ. ആള് ഗീതാ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോളുടെ ആഗ്രഹമായിരുന്നു ലഡ്ഡു ഗോപാലിനെ വേണം എന്നുള്ളത്. അപ്പോൾ ലഡ്ഡു ഗോപാൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കട്ടേടാ, ഇതാണ് ലഡ്ഡു ഗോപാൽ. ലഡ്ഡു ഗോപാൽ എന്ന് പറയുന്നത് കണ്ണൻ്റെ കൃഷ്ണൻ്റെ ചെറിയ കുഞ്ഞു രൂപമാണ്. കയ്യിൽ ലഡ്ഡു പിടിച്ചിരിക്കുന്ന രൂപമായതുകൊണ്ടാണ് ലഡ്ഡു ഗോപാൽ. അതൊരു ഹിന്ദി വാക്കാണ്. ഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഗോപാൽ, ലഡ്ഡു ഗോപാൽ എന്ന് സാധാരണ നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരാണ് ലഡ്ഡു ഗോപാൽ വച്ചിട്ട് ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ലഡ്ഡു ഗോപാലിന് പ്രത്യേക ഇങ്ങനെ എന്താ പറയണ്ടേ, അത് നിർബന്ധമായി പാലിക്കേണ്ട രീതികളൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ നമുക്ക് ഭഗവാനെ കുളിപ്പിക്കാം, നിവേദ്യം കൊടുക്കാം, കിടത്തി ഉറക്കാം. നമുക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണോ താലോലിച്ച് വളർത്തി നമ്മൾ അതിൻ്റെ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതേപോലെ നമുക്ക് ഈ ലഡ്ഡു ഗോപാലിനെ കുളിപ്പിക്കുകയും പൊട്ടു തൊടിയിക്കുകയും വസ്ത്രങ്ങൾ മാറ്റുകയും ആഭരണങ്ങളൊക്കെ അണിയിപ്പിക്കുകയും നിവേദ്യം കൊടുക്കുകയും താരാട്ട് പാടി ഉറക്കാനും ഒക്കെ പറ്റും. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് നിർബന്ധമല്ല. പക്ഷേ അങ്ങനെ ഒരു ഭക്തിയുടെ ഒരു ഭാവം തന്നെയാണല്ലോ. നമ്മൾ ഭഗവാനെ ഭയത്തോടെയല്ല, ഒരു കുഞ്ഞിനെ പോലെ സ്നേഹിക്കണം എന്നുള്ള രീതിയിലാണ് നോർത്ത് ഇന്ത്യൻസ് ഈ ലഡ്ഡു ഗോപാൽ വെച്ച് ആരാധിക്കുന്നത്. അപ്പോൾ ഈ ലഡ്ഡു ഗോപാലിനെ എത്ര പേർക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു അറിവാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്തായാലും എൻ്റെ മകള് നല്ല ഹാപ്പിയാണ്. കാരണം കൊച്ച് കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് ലഡ്ഡു ഗോപാൽ. എനിക്കിതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ലഡ്ഡു ഗോപാൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ യോഗീശ്വരൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ലഡ്ഡു ഗോപാൽ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ കൊണ്ടു നടക്കാം. അപ്പോൾ മോള് എങ്ങനെയാണ് അതിനെ പാലിക്കുക, അതിനെ കെയർ ചെയ്യാന്നൊന്നും എനിക്കറിയില്ല. അത് കുഞ്ഞിൻ്റെയാണ്. അവളത് വന്നപ്പോഴേ പറയുന്നത് എൻ്റെയാണ് കേട്ടോ അമ്മേന്ന്. അപ്പോൾ ഞാനതിൽ കൈയടത്താനൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഹരി ഓം തത്സത്.